വിക്രം, ആ മിടുക്കി കുട്ടിയെയും കൊണ്ട് നീ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്ക്. എക്സാമിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്ക് ഞാൻ പാലിക്കണമല്ലോ. അവളല്ലേ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചത്. ശരി അമ്മേ, ഞാൻ തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ടുവരാം. എന്താ ദേവേനി, ഇപ്രാവശ്യവും പാസ്സായില്ലല്ലേ? പാസ്സായിട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. 0 മാർക്കാ കിട്ടിയിരിക്കുന്നത്. ആ മിടുക്കിക്കുട്ടി നിലയ്ക്കാ ഫസ്റ്റ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിക്രമിനോട് ആ കൊച്ചിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, അത് സന്തോഷല്ലേ? എടി, എന്താ കോട്ടും കയ്യിൽ പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നേ? അങ്ങോട്ട് നോക്ക്. ഏയ്, നിക്കവിടെ. എടി, ജോലി സമയത്ത് എങ്ങോട്ടായി പോകുന്നേ? അത് എന്റെ മോളെ സ്കൂളിൽ നിന്ന്. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ജോലി സമയത്ത് എന്നോട് ചോദിക്കാതെ നിന്റെ വണ്ടി എടുത്ത് തോന്നിയ പോലെ ഇറങ്ങി പോകുന്നേ? എന്താ നാവ് ഇറങ്ങിപ്പോയോ നിന്റെ? നിന്നോടാ ചോദിക്കുന്നേ, മറുപടി പറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് പുറപ്പെടാൻ വേണ്ടി അന്വേഷിച്ചതാ. പക്ഷെ നിങ്ങൾ ഫ്ലോറിൽ ഉണ്ടായിരുന്നില്ല. അതാ പോയിട്ട് വന്നിട്ട് നിങ്ങളോട് പറയാന്ന് വെച്ചാ. നീ വെറുതെ നിന്റെ ഈ കള്ളത്തരങ്ങളൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട. എന്നോട് പറയാതെ പോയേക്കാമെന്ന് തീരുമാനം എടുത്തിട്ട് തന്നെയാ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഏയ്, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ വേറെ എങ്ങനെയാ? എന്റെ മോൾക്ക് ഇന്ന് എക്സാം റിസൾട്ടാ. രാവിലെ അവളെ ഡ്രോപ്പ് ചെയ്യുമ്പോ തന്നെ വൈകുന്നേരം കൂട്ടാൻ വരണമെന്ന് പറഞ്ഞതാ. അതുകൊണ്ടാ ഞാൻ വേഗത്തിൽ പുറപ്പെട്ടത്. അല്ല, അറിയാമേലെന്നിട്ട് ചോദിക്കാം, നിന്റെ മോളെന്താ വല്ല IPS-നാണോ പഠിക്കുന്നത് അതോ IAS-നാണോ പഠിക്കുന്നത്? നീ പോയി റിസൾട്ട് നോക്കാൻ വേണ്ടി എന്നോട് ചോദിക്കാതെ നീ ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ലെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? നിന്നോടാ ചോദിക്കുന്നേ, പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന്? അതെ, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ എന്നോട് ചോദിക്കാതെ വണ്ടി നിന്റെ ഇഷ്ടത്തിന് എടുത്തോണ്ട് അങ്ങ് പോകുന്നേ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം വന്നോടി? എന്നെ ഈ ഒരു തവണയ്ക്ക് അയക്കണം മാഡം. എന്നെ എതിർത്ത് നീ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോലി നിർത്തി പോവാൻ നോക്ക്. എന്താ പോണു നിനക്ക്? ഒരു ലോഡ് കൂടി വന്നിട്ടുണ്ട്, അതും ഇറക്കി വെക്കാൻ നോക്കൂ. ഞാനും സന്തോഷ് മാധവനും ഇതേപ്പറ്റി സംസാരിക്കുമ്പോ നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോവാന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ? വണ്ടി മര്യാദയ്ക്ക് പാർക്ക് ചെയ്തിട്ട് പോയി ജോലി ചെയ്യാൻ നോക്കൂ. ഇപ്പൊ വന്ന ലോഡിലെ സാധനങ്ങള് പോയി ഇറക്കി വെക്ക്. എന്താടി നോക്കുന്നേ? നിന്നോട് തന്നെ പറഞ്ഞേ, അകത്തേക്ക് പോ. എന്താ മനസ്സിൽ പ്രാഗുവാ എന്നെ? നീ പ്രാഗിയാലും കുഴപ്പമില്ല, അകത്ത് പോയി ജോലി ചെയ്യും. നീ ചെയ്തേ കറക്റ്റ് സമയത്ത് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അവളുടെ പാട്ടിന് പോയേനെ. എന്താണെന്ന് അറിയില്ല, അവളുടെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് അങ്ങോട്ട് പെരുത്തു വരും. ഓ, നിനക്കും അങ്ങനെയാണോ? അതെ അതെ. ഇവളെന്താ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നേ? എന്താ വിജി, നീ ഇതുവരെ പോയില്ലേ? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാൻ ആ ലാവണ്യോട് പെർമിഷൻ ചോദിച്ചിട്ട് പുറപ്പെട്ടേന്ന്. കൃത്യം ഇറങ്ങാൻ നിൽക്കുമ്പോ സ്കൂട്ടർ സ്റ്റാർട്ടായില്ല. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്യാപ്പില് ആ ജ്യോതി ലാവണ്യോട് പോയി ഞാൻ പുറപ്പെടുന്ന കാര്യം പറഞ്ഞെന്ന് തോന്നുന്നു. വണ്ടി സ്റ്റാർട്ട് ആവുമ്പോഴേക്കും ആ ലാവണ്യ കൃത്യം വന്നു നിന്നു. എന്നിട്ട് എന്തായി? നിന്നെ പോവാൻ വിട്ടില്ലേ? അല്ലാതെ എന്ത് ചെയ്യാനാ, അവരെന്നെ പോവാൻ വിട്ടൊന്നുമില്ല. എന്തിനാ വിജി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ?
ഞാൻ എങ്ങാനും ആയിരുന്നെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുത്തേനെ. ഞാൻ നിന്നോട് അന്ന് പറഞ്ഞ എന്നെ എപ്പോഴും പറയുന്നത് എനിക്ക് ഈ ജോലി അത്യാവശ്യം. ഇതെല്ലാം ഞാൻ സഹിച്ചേ പറ്റൂ. ഈ വരുമാനം കൊണ്ട് എന്റെ മോൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഈ നാട് ഇഷ്ടപ്പെട്ടതേയില്ല. ഞാൻ തേക്കടിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചതാ. എന്റെ മോൾ ആഗ്രഹിച്ചെന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാ, അവളുടെ ഭാവിക്ക് നല്ലതാണെന്നുള്ള ഒരു ദീർഘദർശനം കൊണ്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ മോൾക്ക് വേണ്ടി ഇത് മാത്രമല്ല, എത്ര വേണമെങ്കിലും ഞാൻ കഷ്ടപ്പെടും. മാഡം, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നിലമോളെ ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോട്ടെ. അത് വേറൊന്നുമല്ല, നിലമോള് ടോപ്പ് മാർക്ക് വാങ്ങിച്ചാ അവക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് എൻ്റെ അമ്മ അവളോട് പറഞ്ഞിരുന്നതാ. അതുകൊണ്ടാ ഇപ്പൊ ഫോൺ ചെയ്ത് നിലമോളെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. അല്ല അത് ശരി മോനെ, മോൻ വിളിച്ചോണ്ട് പൊക്കോളൂ. ഇവള് നിങ്ങളുടെ മോളല്ലേ? എന്തായി പറഞ്ഞത്? നിങ്ങളുടെ സ്വന്തം മകളെ പോലെ തന്നെ നോക്കൂന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ആ ഓക്കെ, അത് തീർച്ചയായിട്ടും ഞാൻ മോളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കാം. അച്ഛാ, ഇപ്പൊ എന്തിനാ നിലയെ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരുന്നത്? അതിന്റെ ആവശ്യമില്ല. അച്ഛമ്മ നിനക്ക് നിലയ്ക്ക് എവിടെയും ഒരു മത്സരം വെച്ചിരുന്നല്ലേ? അതിൽ നിലമോളാണ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിലമോക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചതാ. ഇതിലിപ്പോ നിനക്കെന്താ പ്രശ്നം? ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി സിൻസിയർ ആയിട്ട് പഠിക്കായിരുന്നു എനിക്ക്. നിലക്കുട്ടി വീട്ടിലേക്ക് വരുന്നുണ്ടോ? അമ്മയുടെ അടുത്തൊന്ന് ചോദിക്കാനുണ്ട് മുത്തശ്ശി, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. മോനെ, ഒരു മിനിറ്റ് ഒന്ന് അവളുടെ അമ്മോട് പെർമിഷൻ ചോദിച്ചോട്ടെ. തീർച്ചയായിട്ടും ചോദിച്ചോളൂ മാഡം.